വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നമ്പർ 1 കേരളത്തിൻ്റെ ഈ മുഹമ്മദ് റിയാസിൻ്റെ റോഡ് വികസനത്തിനെതിരെ ഇത്രയും അപകടകരമായ ഒരവസ്ഥയുണ്ടായിട്ട് ഇത് ഒന്ന് പരിശോധിക്കുവാൻ പോലും സാധിക്കാത്ത PWDക്കെതിരെ ഇത്രയും പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് ഇത്രയും വലിയൊരു അപകടം നടക്കുന്ന ഈ ഒരു പാലത്തിൻ്റെ കൈവരി പോയിട്ട് ശ്രദ്ധിക്കാത്ത പഞ്ചായത്തിനെതിരെ ആണ് ഈ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കി ഇവിടെ ഒരു സംരക്ഷണ വേലി ഈ പാലത്തിന് കെട്ടി ഇന്നത്തെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനാണ് ഞങ്ങളിങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി എന്നും ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയിട്ടു. மறையூர் கிராம பஞ்சாயத்து இங்கேருந்து பார்த்தீங்கன்னா தெரியும், ஒரு 50 மீட்டர் தூரம் கூட கிடையாது. இந்த 50 மீட்டர் தூரம் கூட இல்லாத மறையூர் டவுன் ஹிருதய பாகத்தில் உள்ள பாலம் கைவரி போயிட்டு மாதங்களாச்சு. அது யாரும் திரும்பி பார்க்க கிடையாது. பஞ்சாயத்து ഭരണ സമിതിയോ അതുപോലെ MLA MP ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരെ யாருமே திரும்பி பார்க்கல. இங்கே குழந்தைகள் போச்சுன்னா இதில் கால் தவறி கீழே விழுந்தால் மரணம் ஏற்படும். ஒரு அபகடமான ஒரு பாலம் உடைஞ்சிட்டு அபகடமாக இருக்குது. அதை யாருமே திரும்பி பார்க்கல. அதனால் BJP பஞ்சாயத்து கமிட்டி இன்றைக்கி முன் வந்து நாங்கள் இன்றைக்கி தாൽക്കാലികമായിട്ട് கம்பு வெட்டி வேலை இந்த பாலத்தை சம்ரക്ഷണം செய்திருக்கிறோம். ബന്ധപ്പെട്ട ആളുകളും പഞ്ചായത്ത് ഭരണസമിതിയും இந்த மக்களுக்கு உயிர் போகும் நிலை வரக்கூடிய இந்த சிறிய கருத்தில் கொண்டு இந்த பாலத்தை சரி செய்யாத பட்சத்தில் BJP பாகத்திலிருந்து மிகப்பெரிய போராட்டத்தை சந்திக்க நேரிடும். ഈ ഇടയ്ക്ക് ഒരു 1 വർഷം ആകുമ്പോൾ ഒരു വണ്ടി വന്ന് കയറി സംഭവം കയറി ഈ പാലം അതിനിടയ്ക്ക് ഒരു ഓട്ടോറിക്ഷ താഴെ പോയി. ഇത് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ പഞ്ചായത്തോ ഇത് പ്രവർത്തനത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ശക്തമായിട്ട് എതിർക്കുവാണ്. ഇത് വഞ്ചനയാണ്. ഇത് മുഹമ്മദ് റിയാസിൻ്റെ വഞ്ചനയാണ്. കേരള സർക്കാരുടെ വഞ്ചനയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയാണ് ഉടൻ തന്നെ ശരിയാക്കണം. ഇല്ലെങ്കിൽ ഡേഞ്ചറാണ്. വളരെ വരുന്ന ഓട്ടോറിക്ഷയ്ക്കും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെ അപകടമാണ്. ഇത് ശരിയാക്കിയില്ലെങ്കിൽ വമ്പിച്ച പ്രദേശമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മാത്രമാണ് ഈ സമയത്ത് പറയുവാൻ. മറയൂർ പഞ്ചായത്തിൻ്റെ മൂക്കിൻ്റെ തുമ്പത്തുള്ള പാലമാണ്. PWDയുടെ മൂക്കിൻ്റെ തുമ്പത്തുള്ളതാണ്. MLA ഇതിലെ പോകുന്നുണ്ട്, MP പോകുന്നുണ്ട്. ഇവരൊന്നും പാലത്തിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ഈ പാലത്തിൻ്റെ താഴെയുള്ള നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ 10-20 അടി മേളിൽ ഹൈറ്റുള്ളതാണ്. ഇതിൻ്റെ കുഞ്ഞു കൊച്ചുങ്ങൾ LP സ്കൂൾ ഇങ്ങോട്ടുണ്ട്, UP സ്കൂൾ അങ്ങോട്ടുണ്ട്, ഹൈസ്കൂളുണ്ട്, ബാങ്കുണ്ട്. ഈ പഞ്ചായത്ത് ഉൾപ്പെടെ അടുത്തുണ്ട്. ഇതിലെ പോകുന്ന ആൾക്കാർ വളരെ റോഡ് കുറവാണ് ഇവിടെ. അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസാണ് മറയൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ടൂറിസ്റ്റ് പ്ലേസ് കാര്യങ്ങളാണ്. അതിന് ഇഷ്ടംപോലെ വണ്ടി പല മണിക്കൂറുകൾ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ പല മീഡിയയിൽ നിങ്ങൾ തന്നെ എടുക്കാറുണ്ട്. ഇവിടെ പഞ്ചായത്തിലുണ്ട്. ഇവിടെ ഒതുങ്ങാൻ സ്ഥലമില്ല. ഈ പാലത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 13 അടി കൂടുതൽ വീതിയില്ലാത്തതാണ്. 2 വണ്ടി ഒരു ബസ് വന്നാൽ പിന്നെ ഒരു വണ്ടി കയറി വരാൻ പറ്റത്ത. അവിടെ ഒതുങ്ങി വരുമ്പോൾ ഒരു കൈവീതി പോലില്ല. 10-20 അടി താഴ്ചയുള്ളതാണ് ഈ പാലത്തിൻ്റെ ഹൈറ്റ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ, മറ്റുള്ളവർ എല്ലാവരും ഇത്ര നടക്കുന്നുണ്ട്. അവർ ഇത്രയും നാളായിട്ട് ഇത് കണ്ണുമോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും അവരിത് ചെയ്തില്ല. ഞങ്ങൾ BJPയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് കിടക്കുന്ന മാലിന്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇതിനകത്ത് ഇഷ്ടം പോലെ മാലിന്യങ്ങൾ അത് നിങ്ങൾ വീഡിയോയിൽ കാണിക്കണം. ഈ മാലിന്യങ്ങൾ മൊത്തം നിങ്ങളുടെ ഉൾപ്പെടെ കുടിക്കുന്ന വെള്ളത്തിലേക്കാണ് ചെല്ലുന്നത്. ഞാൻ ഉൾപ്പെടെ കുടിക്കുന്ന വെള്ളത്തിലേക്കാണ് ചെല്ലുന്നത്. അതിന് പോലും പഞ്ചായത്ത് ഇത്ര അടുത്തുള്ളത് ബാലൻസ് വീട്ടിൽ വന്ന് അത് ചെയ്യണം, ഇത് ചെയ്യണം, പ്ലാസ്റ്റിക് എങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ കത്തിക്കാൻ പാടില്ല. പഞ്ചായത്തിന് മുമ്പിലുള്ള വേറെ ബാലൻസ് ഉള്ള കവടം പഞ്ചായത്തിന് മുമ്പിലുള്ള കനാലിൽ അല്ലെങ്കിൽ ഈ പോകുന്ന വെള്ളത്തിലോ അവർ ഇതുവരെയും ക്ലിയർ ചെയ്തിട്ടില്ല. എനിക്ക് പഞ്ചായത്തിന് ഭാരതമാത ഇതിൻ്റെ നമ്മൾ ശക്തമായിട്ട് പറയുകയാണ്. ഇതിന് അവർ മുമ്പോട്ടൊരു ഇതെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുമെന്ന് ഞാൻ പറയുകയാണ്. BJP